Hi friends, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറുപയർ പൊടി ശരീര സൗന്ദര്യത്തിന് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് നമ്മുടെ അടുക്കളയിലുള്ള ചെറുപയർ. ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ചെറുപയർ പൊടി. അപ്പോൾ നമുക്കിത് വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് സ്കിൻ കെയറിന് പ്രയോജനപ്പെടുത്താം, അതുപോലെ ഹെയർ കെയറിനും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഇപ്പോൾ കർക്കിടക മാസമാണ് നമ്മുടെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അതിനുവേണ്ടി ചെറിയ രീതിയിൽ ശ്രമിക്കാറുള്ളവരാണ് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ കെയർ അതുപോലെ ഹെയർ കെയർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ നാള് ചെറുപയർ പൊടി സൂക്ഷിച്ച് വെക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതായത് നമ്മൾ ഹോസ്റ്റലിലും അതുപോലെ ജോലി സ്ഥലത്തും ഒക്കെ ചെറുപയർ പൊടിച്ച് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും അത് ചീത്തായി പോകുന്നു പറയാറുണ്ട്. അതിന് ചെയ്യേണ്ട വിധമാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വേണ്ടവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ തരാം. ബ്ലാക്ക് ഹെഡ്സ് ഉള്ളവര് ചെറുപയർ പൊടി ഒരല്പം കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്ത് നമ്മൾ പുരട്ടി കൊടുക്കുക. ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം അത് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇത് പതിവായിട്ട് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും. ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് വളരെ കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് തന്നെയാണെങ്കിലും അത് മാറി കിട്ടാനും വളരെയേറെ സഹായിക്കുന്ന ഒരു പാക്കാണത്. ഇനി നമുക്ക് ചെറുപയർ പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ബാത്ത് പൗഡർ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. സോപ്പിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ബാത്ത് പൗഡർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് കാണാം. ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടിയാണ്. നമ്മൾ ഇതിൻ്റെ അളവ് ഏകദേശം ഒരു അളവാണ്. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ, ഒന്നിച്ച് മിക്സ് ചെയ്ത് വെക്കാനാണെങ്കിൽ അതനുസരിച്ച് അളവ് കൂട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ തൈര് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുതിരാനായിട്ട് വയ്ക്കുക. ഇതിന് ശേഷം വേണം നമുക്ക് കുളിക്കുമ്പോൾ സോപ്പിന് പകരം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇത് ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും എത്രത്തോളം നല്ല റിസൾട്ട് ഇതിനുണ്ടെന്നുള്ള കാര്യം. ഡെഡ് സ്കിന്നൊക്കെ മാറി അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് സഹായിക്കും. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചുളിവുകൾ അകറ്റാനും ശരീരകാന്തി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഒരു നാച്ചുറൽ സ്ക്രബാണിത്. ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണിത്. കഴുത്തിലെ കറുപ്പ് നിറം അകറ്റാനായിട്ട് നമ്മൾ ചെറുപയർ പൊടിയും 1/2 നാരങ്ങയുടെ നീരും കൂടി മിക്സ് ചെയ്തതിന് ശേഷം കഴുത്തിൽ പുരട്ടിക്കെടുക്കാം. താഴെ നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ മസാജ് ചെയ്യാനെന്നുള്ള കാര്യം ഓർക്കുക. അത് നമുക്കൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇത് നമുക്ക് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാവുന്ന ഒരു പാക്കാണ്. താളിക്കും ഷാമ്പൂവിനും ഒക്കെ പകരമായിട്ട് നമുക്ക് ചെറുപയർ പൊടി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. ചെറുപയർ പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. അതുപോലെ തന്നെ ഉലുവാപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് നമ്മൾ ആവശ്യത്തിന് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ബ്രഹ്മി പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രഹ്മി പൗഡർ ഇല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഉണക്കി പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അതൊന്ന് കുതിർത്ത് അതിൻ്റെ നീര് ചേർക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് കുറഞ്ഞത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഉലുവ പൊടിച്ചതിൽ തരിയും അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ചെറുപയറിൽ ആ ഒരു തരിയും ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് അരിച്ച് വേണമെങ്കിൽ എടുത്തും യൂസ് ചെയ്യാം. ഷാമ്പൂ ഇടുന്ന പോലെ തന്നെ നനഞ്ഞ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് 2-3 മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ ഉപയോഗിച്ച് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് സാധാരണ നമ്മൾ എണ്ണ പുരട്ടി കുളിക്കുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു നാച്ചുറൽ ഷാമ്പൂ ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അറിവുകളും അതുപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും നമ്മുടെ ചാനലിനെ കുറിച്ച് പറയുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.